അപ്പൊ രാഷ്ട്രീയത്തിൽ നയവഞ്ചകനാണ് കെജ്രിവാൾ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന്റെ കപട ആദർശമുഖമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞി. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഡൽഹി എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്ന് താമസിക്കുന്ന വിവിധ സ്ഥലങ്ങൾ. ഡൽഹി എന്ന് പറഞ്ഞാൽ ആരുടെയും സ്വന്തമല്ല, എന്ന എല്ലാവരുടേതുമാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഡൽഹിയിലുണ്ട്. അങ്ങനെയുള്ള ബീഹാറികളായിക്കോട്ടെ, ബംഗാളികളായിക്കോട്ടെ, മറാത്തികളായിക്കോട്ടെ, പഹാഞ്ചലുകളായിക്കോട്ടെ, അവർക്കിടയിൽ BJP കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് 12ഓളം റിസർവേഷൻ സീറ്റുകളുണ്ട്. ആ 12ഓളം റിസർവേഷൻ സീറ്റുകൾ എല്ലാ കാലഘട്ടത്തിലും, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് കുത്തകയായിരുന്നു, പിന്നീട് ആം ആദ്മി പാർട്ടിന് കുത്തകയായിരുന്നു. ഈ ഇലക്ഷനകത്ത് 12 റിസർവേഷൻ സീറ്റിനകത്ത് 9 സീറ്റിലും വിജയിച്ചത് BJP ആണ്. ന്യൂനപക്ഷ മേഖലകളിൽ BJPയുടെ മുന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഡൽഹിയിലെ അടിസ്ഥാന ജനവിഭാഗം മുതൽ മധ്യവർഗം മുതൽ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും BJPക്ക് അനുകൂലമായി ചിന്തിച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും കേരളം ലോകം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പ് സംഘമാണെന്നുള്ള ധാരണ ഡൽഹിയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള BJPയുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ഡൽഹിയുടെ ഡോർ ടു ഡോറായി പ്രവർത്തിച്ചു. അതും BJPക്ക് അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച 65,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഞങ്ങൾ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്ന വനിതകൾക്ക് വേണ്ടി 2,500 രൂപ മാസം കൊടുക്കുന്ന പദ്ധതി. അതോടൊപ്പം തന്നെ CM മാതൃത്വ യോജന, അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 21,000 രൂപ ഒരു വർഷത്തിൽ അവരുടെ ഗർഭ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പദ്ധതികൾ. അടൽ 5 രൂപയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക് മീൽസ് കൊടുക്കുന്ന അടൽ ഹോട്ടലുകൾ. ഇങ്ങനെ മാനിഫെസ്റ്റോയ്ക്കകത്ത് ജനകീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി BJP അവതരിപ്പിച്ചു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് കെജ്രിവാളിന്റെ അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിലുള്ള വോട്ട്, അതോടൊപ്പം തന്നെ BJP മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോയ്ക്ക് കിട്ടിയിട്ടുള്ള വോട്ട്, അതോടൊപ്പം തന്നെ പുത്തൻ പ്രതീക്ഷ ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഡൽഹി 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും മലിനീകരണപ്പെടുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഡൽഹി 1ാം സ്ഥാനത്തെത്തുകയാണ്. ഇപ്പൊ യമുന നദിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു കാലം പ്യൂർ വാട്ടർ കിട്ടിയിരുന്ന യമുന നദിയിൽ മലീമസപ്പെട്ട വെള്ളം കുടിക്കാൻ വിധിക്കപ്പെട്ട ജനതയായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം BJPക്ക് അനുകൂലമായി മാറുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഫാക്ടർ ഒരു തരത്തിലും ഇവിടെ എഫക്റ്റീവ് ആയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അത്രമാത്രം ഡൽഹി ജനതയെ സ്വാധീനിക്കാനുള്ള പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു സീറ്റിൽ ജയിക്കണ്ടേ? ഒരു സീറ്റിനകത്ത് കോൺഗ്രസിനെ ജനങ്ങൾ ജയിപ്പിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത ആളുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ നിന്നു എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഇവിടെ BJPയുടെ വ്യക്തമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിന്റെ, BJP മുന്നോട്ട് വെച്ച ആശയത്തിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ. ശരി ശ്രീജിത്ത്, അതായത് BJPയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ പുറത്താക്കുകയായിരുന്നു, അല്ലാതെ കോൺഗ്രസിന് അതിനകത്ത് ഒരു പങ്കുമില്ല എന്നാണ് പ്രിന്റ് പറയുന്നത്. അത് മറ്റൊരു നറേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന്. കാരണം അവിടെ ഇന്ത്യ സഖ്യമായിട്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നായിരുന്നുവെങ്കിൽ BJP അധികാരത്തിലേക്ക് എത്തുമായിരുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഇങ്ങനെയുള്ള നറേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സ്വാഭാവികമായിട്ടും BJPയുടെ നിലപാട് തന്നെയായിരിക്കുമല്ലോ. ഇതിലിപ്പോ അദ്ദേഹത്തെ തെറ്റി പറയാൻ പറ്റില്ലോ. അദ്ദേഹം പറയുന്നത് BJPയുടെ നിലപാടാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മാത്രം വിജയമാണ്, അല്ലാതെ അതിൽ മറ്റാരുടെയും ഒരു പങ്കോ വേറെ ആർക്കെങ്കിലും അതിലൊരു സഹായമുണ്ടോ എന്ന് പറയാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 67ഉം പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ 62ഉം സീറ്റുകളാണ് അവർക്ക്. ഈ ഒരു തരത്തിലുള്ള വളരെ മറ്റേ ചൂല് വെച്ച് സീപ്പ് ചെയ്ത് പോകുന്ന മാതിരത്തൊരു സീപ്പിംഗ് ആയിരുന്നു അവർക്ക് കിട്ടിയത്. അത് നിസ്സാരമായിട്ടൊരു ജയമല്ല. അവിടെ നിന്ന് ഇപ്പൊ നോക്കിയാൽ പോലും അവർക്ക് അവരുടെ ഒരു ബേസ് അവിടെ പൂർണ്ണമായിട്ടും തകർന്നിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വലിയൊരു പ്രശ്നം വന്നത് 2 തരത്തിലേക്ക്. ഇന്നിപ്പോ ഇതിലൊരു വലിയ ഡൽഹിയിൽ നമുക്ക് അറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത തരത്തിലേക്ക് ജനങ്ങൾ 2ആയിട്ട് വിഭജിച്ചിരുന്നു. അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വർഗം അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് കുറച്ച് ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ, മറ്റൊരു വലിയ വിഭാഗം മിഡിൽ ക്ലാസ് ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഒരു കാലത്ത് ഒരു വലിയ ഒരു ട്രസ്റ്റ് പോയിന്റ് അവർക്കായിരുന്നു. കാരണം കെജ്രിവാളിനെ ഏറ്റവും കൂടുതൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു കക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡൽഹി പോലുള്ള സ്ഥലത്ത് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു
അത് കാരണം മിഡിൽ ക്ലാസ്സിന്റെ ഒരു ആളുമായിരുന്നു അദ്ദേഹം. പക്ഷെ മിഡിൽ ക്ലാസ് പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്പർ മിഡിൽ ക്ലാസ് നേരത്തെ തന്നെ പൂർണ്ണമായും BJPയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളായി. അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവനായിട്ട് കാണാം. പിന്നെ BJP ശരിക്കും ഇത്തവണ ഇലക്ഷനിൽ നമ്മൾ നേരത്തെ BJPയുടെ വക്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ ഒരു മറ്റേ മാനിഫെസ്റ്റോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാനിഫെസ്റ്റോ ആയിരുന്നു. പക്ഷെ ആ മാനിഫെസ്റ്റോയുടെ ബേസിക്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ എക്സ്റ്റൻഷൻ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അവരാണ് ഈ ഐഡിയ മുഴുവൻ ഡൽഹിയിൽ കൊണ്ടുവന്ന് ആദ്യം നടപ്പാക്കിയത്. അതിന്റെ കുറച്ചുകൂടി ഒരു നല്ല അല്ലെങ്കിൽ വേറൊരു വേർഷൻ പോലെയുള്ള ഒരു കാര്യം കൊണ്ടുവന്നു. അഥവാ ഇവര് വന്നാലും BJP വന്നാലും മറ്റേ ആം ആദ്മി പാർട്ടി നൽകിയിരുന്ന സൗജന്യങ്ങൾ, നൽകിയിരുന്ന കുറെ കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടില്ല സാധാരണ മനുഷ്യർക്ക് എന്ന് വിശ്വസിപ്പിക്കാനായിട്ട് BJPക്ക് പറ്റിയിട്ടുണ്ട് അവരുടെ മാനിഫെസ്റ്റോ വെച്ചിട്ട്. അപ്പൊ ആ രീതിയിലൊരു പല തലത്തിലുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത്, ഒരു വലിയ വിഭാഗം ജനങ്ങൾ മറ്റേ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ട്രസ്റ്റ് ചെയ്തിരുന്നത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യത്തിലാണ്. അത് അഴിമതി വിരുദ്ധതയിലാണ്. ആ അഴിമതി വിരുദ്ധത എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനുള്ള ഒരു തിരിച്ചടി അവർക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ഈ പറയുന്ന നേതാക്കന്മാര് അരവിന്ദ് കെജ്രിവാളും സിസോദിയും അടക്കമുള്ള ആളുകൾ ജയിലിലായിരുന്നു. പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതാണ് എന്നുള്ള ഒരു നറേഷൻ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നുവല്ലോ. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കൂടിയായിരുന്നു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ളത് അതൊരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു. ഇത്രയും സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയതിന്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നതും അതാണല്ലോ. അപ്പോൾ ആ സമയത്തില്ലാതിരുന്ന എന്ത് അഴിമതി ഇമേജാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരുന്നത്? അല്ല, ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൂർണ്ണമായും BJPക്ക് അതങ്ങനെയാണല്ലോ. അതിപ്പോൾ 2014-ലും 2019-ലും രീതിയിലാണ് ഡൽഹിയിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അഴിമതി പ്രതിച്ഛായ അത് പ്രതിഫലിച്ചോ എന്ന കാര്യം സംശയമാണ്. അതുണ്ടാകാൻ സാധ്യത കുറവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും മറ്റ് കൺസേൺസ് ഒന്നും ഡൽഹിയിൽ പൊതുവെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇല്ല. നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. ഡൽഹിയില് അത് ഈ പറഞ്ഞ രീതിയിൽ BJP അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ജനങ്ങൾ ഈ നാഷണലിസ്റ്റ് ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് അവിടെ BJPക്ക് വോട്ട് ചെയ്യുന്നത്. BJPക്ക് വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗമുണ്ട്, ആന്റി BJP ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ സഖ്യങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരാളായിരുന്നു. കാരണം അവരുടെ ജുഗികളിൽ വെള്ളവും വെളിച്ചവും എത്തിക്കുന്ന ഒരാളായിരുന്നു കെജ്രിവാള്. അവിടെ അവർക്ക് ചുരുങ്ങിയ നിലയിലുള്ള ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ഉണ്ടാക്കിയിരുന്നു. വൈദ്യുതിയുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. ചെറിയ തോതിലാണെങ്കിലും നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയുടെ ആളുകളെ ഏത് ചുറ്റിയിലും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മറ്റ് ഈ സോഷ്യൽ മീഡിയ പ്രചാരണമൊന്നും അല്ലാതെ ഈ മൗത്ത് ടു മൗത്ത് എന്ന് പറയുന്ന തരത്തിലേക്ക് ആളുകൾ പ്രചരിപ്പിച്ച് വലുതാക്കിയ ഒരു പാർട്ടിയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി. അങ്ങനെയായിരുന്നു ആളുകൾ. നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം അവിടുത്തെ ഡ്രൈവറോ അവിടെയുള്ള കാര്യങ്ങളോ പറയും, അല്ലെങ്കിൽ അവിടെ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതീക്ഷയ്ക്കാണ് ഈ പറഞ്ഞ ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോ ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാൻ നേരത്തെ പറയാമെന്ന്, നിങ്ങളൊരു വലിയ വീട്ടിൽ താമസിക്കുന്നു അല്ലെങ്കിൽ മറ്റേ വലിയ ചില്ലുകൂട്ടിൽ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആൾക്കാരോട് യഥാർത്ഥത്തിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർ എത്രയോ കാലമായിട്ട് ചില്ലുകൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കൂടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പമുള്ള ഒരാളാണ് എന്ന് അവർ കരുതിയിരുന്ന വിശ്വസിച്ചിരുന്ന ഒരാള് ഒരു തരത്തിൽ മറ്റൊരു തരത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർ വിശ്വസിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ചതി സംഭവിച്ചതുപോലെ തന്നെ അവർക്ക് തോന്നുകയും, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നോർമലായിട്ട് ചൂസ് ചെയ്യുന്ന മാതിരി ഒരു BJP തന്നെ ചൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചന അവർക്ക് വരെ